നമസ്കാരം. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.47% ഇടിഞ്ഞെങ്കിലും 26,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. നിഫ്റ്റി 26,068 അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 26,000 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൽ പോസിറ്റീവ് ട്രെൻഡ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ 26,000 സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കും. 26,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടമായാൽ 25,850, 25,800 തുടങ്ങിയ ലെവലുകളായിരിക്കും അടുത്ത പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. 26,250 അടുത്ത റെസിസ്റ്റൻസായി പ്രവർത്തിക്കുകയും ചെയ്യും. ബോളഞ്ചിയർ ബാൻഡിൻ്റെ മിഡ് റേഞ്ചിന് മുകളിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതും RSI 60 മുകളിൽ നിൽക്കുന്നത് കൊണ്ട് മാർക്കറ്റിൽ പോസിറ്റീവ് ട്രെൻഡ് തുടരാൻ സാധ്യതയുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ടാറ്റ പവർ. 13,100 കോടി രൂപയുടെ ഒരു ഹൈഡ്രോ പവർ പ്രോജക്റ്റ് ഭൂട്ടാനിൽ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ടാറ്റ പവർ ഭൂട്ടാനുമായി സഹകരിക്കാൻ തീരുമാനിച്ചു. ഇതിനുവേണ്ടി 1,572 കോടി രൂപയുടെ ഇൻഫ്യൂഷൻ ടാറ്റ പവർ നടത്തിയേക്കും. 1,125 മെഗാവാട്ട് ശേഷിയുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ് ടാറ്റ പവർ ഭൂട്ടാനിൽ ഡെവലപ്പ് ചെയ്യുന്നത്. 2031 സെപ്റ്റംബർ മാസത്തോടുകൂടി ഈ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്തേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ടാറ്റ പവർ എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. മുംബൈ മെട്രോയിൽ നിന്നും HG ഇൻഫ്ര എന്ന കമ്പനിക്ക് 1,415 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ HG ഇൻഫ്ര എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. നവോമ വെൽത്ത് എന്ന കമ്പനി നവോമ മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റി സർവീസ് എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. RVNL എന്ന കമ്പനിക്ക് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്നും 181 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. എയർഫ്ലോ റെയിൽ എന്ന കമ്പനി ബിഗ് ബാങ് ബൂം സൊല്യൂഷൻ എന്ന കമ്പനിയുമായി ചേർന്ന് നെക്സ്റ്റ് ജനറേഷൻ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചു. അതുകൊണ്ട് എയർഫ്ലോ റെയിൽ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. RKEC പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് ONGCയിൽ നിന്നും 198 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അതുകൊണ്ട് RKEC പ്രോജക്റ്റ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ടാറ്റ കെമിക്കൽ എന്ന കമ്പനി അതിൻ്റെ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. 135 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സോഡ ആഷ് പ്രൊഡക്ഷന് വേണ്ടിയും 775 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സിലിക്ക പ്രൊഡക്ഷൻ എക്സ്പാൻഷന് വേണ്ടിയും കമ്പനി ചിലവഴിക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ കെമിക്കൽ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. NBCCക്ക് നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൽ നിന്നും 72 കോടി രൂപയുടെ കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഇന്ത്യ മെറ്റൽസ് എന്ന കമ്പനി JSW റിന്യൂ എനർജിയുടെ 12 കോടി ഷെയറുകൾ അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മെറ്റൽ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എന്ന കമ്പനിക്ക് പവർ ഗ്രിഡിൽ നിന്നും ഓയിൽ കൂൾഡ് കറണ്ട് ട്രാൻസ്ഫോർമർ സപ്ലൈ ചെയ്യാൻ 26 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ എമാൻഡം മഹീന്ദ്ര BT ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 43% സ്റ്റേക്കുകൾ 66 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന കമ്പനിക്ക് 17 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവൻറ്റൽ എന്ന കമ്പനിക്ക് 8 കോടി രൂപയുടെ ഓർഡർ ഭാരത് ഇലക്ട്രോണിക്സിൽ നിന്നും പവർ ആംപ്ലിഫയർ സപ്ലൈ ചെയ്യാൻ ലഭിച്ചിട്ടുണ്ട്. ഡിഫൻസ് സെക്ടറിലെ ഈ 2 സ്റ്റോക്കുകളും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന കമ്പനി നേപ്പാൾ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുമായി ചേർന്ന് ക്രോസ് ബോർഡർ പവർ ട്രാൻസ്മിഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയ്ക്കും നേപ്പാളിനും ഇടയിൽ 800 kV ശേഷിയുള്ള ട്രാൻസ്മിഷൻ ഇൻ്റർകണക്ഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ 2 കമ്പനികളും തമ്മിൽ ഡീലിലെത്തിയിരിക്കുന്നത്. BPCL റെയിൽവേ എന്ന കമ്പനിക്ക് RVNLൻ്റെ സൈഡിൽ നിന്നും 79 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ VLS ഫിനാൻസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനി ബൈബാക്ക് പ്രഖ്യാപിച്ചു. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 44% അപ്സൈഡിലുള്ള പ്രൈസിനാണ്, അതായത് 380 രൂപയ്ക്ക് അടുത്തായിട്ടാണ് കമ്പനി ബൈബാക്ക് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് VLS ഫിനാൻസ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.